എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗറിലാണ് നമ്മളുള്ളത്. ശ്രീനഗറിൽ നമ്മൾ നേരെ ജമ്മു റൂട്ടിൽ പോവാണ്. NH44 ജമ്മു ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനഗറിൽ നല്ല ചൂടാണ്, മഴയൊന്നും ആയിട്ടില്ല, തണുപ്പുമില്ല. നേരെ പോയാൽ ലാൽ ചൗക്ക് ചെല്ലും. നമുക്കിതിലെ ലെഫ്റ്റ് ഇറങ്ങി വേണം പോകാൻ. അനന്തനാഗ് ജമ്മു ഒക്കെ ലെഫ്റ്റ് ഇറങ്ങി റൈറ്റിലേക്ക് നമുക്ക് പോകണ്ട കേട്ടോ. ലെഫ്റ്റ് ഇറങ്ങി റൈറ്റ് അല്ല കേട്ടോ, റൈറ്റ് പോയാൽ അങ്ങോട്ട് തന്നെ പോകല്ലേ, വീണ്ടും ആ വഴി തന്നെ ചെന്ന് കയറും. അപ്പോൾ ഇത് ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാലാണ് നമ്മൾ വന്ന ബാരാമുള്ളയൊക്കെ പോകുന്ന വഴിയാണ്. മാർക്കറ്റൊക്കെ അവിടെയാണ്. ഇവിടുന്ന് 257 കിലോമീറ്റർ ഉണ്ട് ഇനി ജമ്മുവിലേക്ക്. അതൊന്നും മെയിൻ ഡ്രൈവർക്ക് പുത്തരിയല്ല, ഒക്കെ ഇരുന്ന് ഓടിച്ചോടും. അവിടെ ഭയങ്കര ഒരു പാറമടയാന്ന് തോന്നുന്നല്ലോ. കാശ്മീരിന്റെ പ്രകൃതി ഭംഗി നശിപ്പിക്കുകയാണല്ലോ. അതെ, മല തുറന്നിട്ടേക്കുന്നു. അതെ, ഇവിടെ നേരെ ഈ റോഡ് പണിയാനൊന്നും മെറ്റിലൊന്നും വേണ്ടേ. വേണം. ഡെവലപ്മെന്റ്സ് വരുമ്പോ അങ്ങനെയൊക്കെയാ, കുറച്ചൊക്കെ പോവും, കുറച്ചൊക്കെ നഷ്ടപ്പെടും അല്ലേ. അതെ, അപ്പൊ അല്ലേ നല്ല നല്ല സൗകര്യങ്ങൾ കൂടി വരുന്നുള്ളൂ. അതെ, ഇവിടെ എല്ലാം നെൽകൃഷിയാ. നെല്ലൊക്കെ കതിരിട്ട് നിൽക്കുന്നു. നെല്ലല്ലാത്തടത്ത് നിൽക്കുന്ന എല്ലാം പുല്ല, അത് പശുവിന് കൊടുക്കാനുള്ള. നമ്മൾ അങ്ങോട്ട് പോയപ്പോ ഇത്രയും പച്ചപ്പില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. അല്ലേ, കാര്യം വെളുപ്പിനെയാ പോയത്, അതുകൊണ്ട് ഇത്ര ഒരു പച്ചപ്പ് കണ്ടില്ല. അങ്ങോട്ട് പോയിട്ട് 3-4 ദിവസം കഴിഞ്ഞപ്പം ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ മൊത്തം മാറി. അതാണ് കാശ്മീരിൽ നമ്മൾ എല്ലാ കാലാവസ്ഥയിലും പറഞ്ഞത്. എന്നാലേ കാശ്മീരിന്റെ ഭംഗി, ഈ മാറ്റം അറിയാൻ പറ്റുള്ളൂ. അത് ക്രഷറാ കേട്ടോ, ക്രഷർ യൂണിറ്റ് അത് അവിടെ അല്ലേ. അതെ, 2-3 കുറേ എണ്ണം ഉണ്ട്. ഇത് ചുടുകട്ട ചൂളയാ. ടിപ്പറുകളല്ലേ ഇവിടെ നിർത്തിയിട്ടേക്കുന്നു. ടിപ്പറുകൾ അവിടെ ലെഫ്റ്റിലേക്ക് ഇറങ്ങാനായിട്ടാ. അങ്ങോട്ട് ഇറങ്ങാനുള്ള വണ്ടികളല്ലേ. ഇവിടെ എല്ലാം ഇതുണ്ടോ, ഇത് പാടമാണ്, വെള്ളമാണ്, ചതുപ്പ് നിലങ്ങളാ. അപ്പുറത്ത് നെൽകൃഷിയുണ്ട്, നെല്ലുണ്ട്. കണ്ടോ, ഇവിടുന്നൊക്കെ പുതിയ ഹൈവേ പണിയുന്നുണ്ട്. ഫുള്ളായിട്ട് പണി തീർന്നിട്ടില്ല, ഓപ്പൺ ആയിട്ടില്ല. ഡിസ്ട്രിക്ട് പോലീസ് പുൽവാമ വെൽക്കംസ് യു. പുൽവാമ ഡിസ്ട്രിക്റ്റ് കയറി നമ്മൾ. പുൽവാമയ്ക്ക് ഇറങ്ങണമെങ്കിൽ റൈറ്റ് സൈഡിലേക്കാണ് പോകണ്ടേ. ഇതിലെ ഇറങ്ങി റൈറ്റിലേക്ക് പോകണം. പാമ്പോറും ഇങ്ങോട്ടാണ് പോകണ്ടേ. ഈ പാമ്പോർ കുറച്ച് മുന്നിലുള്ള സ്ഥലമാണ്. പാമ്പോർ ടൗൺ ഓഫ് കാശ്മീരാണ്. അതാണ്. അതായത് പാമ്പോറിലാണ് ഏറ്റവും ഗുണമേന്മയുള്ള കുങ്കുമപ്പൂ ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇന്നാളെ ഞങ്ങൾ വന്നപ്പോൾ അവിടെ പോയി കുങ്കുമപ്പൂ തോട്ടത്തിലൊക്കെ പോയതല്ലേ. ഞാനും ഒന്ന് പോയി കണ്ടായിരുന്നു. അന്ന് നിങ്ങൾ വന്നപ്പോഴും കണ്ടായിരുന്നു. ചലം നദിയാണ് ഈ ഒഴുകുന്നത്. അവിടെ ഇഷ്ടംപോലെ വള്ളങ്ങളൊക്കെ ഉണ്ട്. ഈ ചലം നദി എപ്പോൾ വന്നാലും കലങ്ങി കിടക്കുന്നതായിട്ടേ കണ്ടിട്ടുള്ളൂ, തെളിഞ്ഞ് കിടക്കുന്ന കണ്ടിട്ടേ ഇല്ല. ചെളിയേ എന്നിട്ട് മൊത്തം. ഗാസിഗുണ്ട്, റാംബൻ, പുൽവാമ, പാമ്പോർ. പുൽവാമ ഇതിലെ 22 കിലോമീറ്റർ റൈറ്റിലേക്ക്, പാമ്പോർ 4 കിലോമീറ്റർ. ഈ ചലം നദി കാശ്മീരിൽ കൂടെ ഒഴുകി നേരെ പാകിസ്ഥാനിലോട്ടാണ് പോകുന്നത്. അതെ, ഇവിടെ അടുത്തുനിന്ന് തന്നെ കണ്ടോ ഉത്ഭവിക്കുന്നത്. അനന്തനാഗ് അടുത്തുനിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇതൊക്കെ കുങ്കുമത്തോട്ടങ്ങളാണ്, കുങ്കുമപ്പൂവിന്റെ തോട്ടങ്ങളാണ്. ഈ സമയത്തല്ല, ഇവിടെ ആ ഭാഗത്തല്ല, ഇനി അങ്ങോട്ടല്ല. അതെ, വേൾഡ്സ് ബെസ്റ്റ് സഫ്രോൺ ഗ്രോസ് ഹിയർ. ഈ കുങ്കുമപ്പൂവിന് കാശ്മീരി ഭാഷയിലും ഹിന്ദിയിലും കേസർ എന്നാണ് പറയുന്നത്. വെൽക്കം ടു പാമ്പോർ, ദ സഫ്രോൺ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. വൈൽഡ് തുലിപ് ട്രെയിൽസ്, ട്രക്കിംഗ് ട്രെയിൽസ്, അഡ്വഞ്ചർ വണ്ടേഴ്സ്, വൈൽഡ്നസ് വാക്സ്, വെറ്റ്ലാൻഡ്സ് ക്ലസ്റ്റേഴ്സ് വിത്ത് മൈഗ്രേറ്ററി ബേർഡ്സ്. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ ലോക്കലി ഇങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇതൊക്കെ. ഡൈവേർഷൻ ഫോർ മുഗൾ റോഡ്. മുഗൾ റോഡിലേക്ക് വേണം ഇവിടുന്ന് തിരിഞ്ഞു പോകാം. ഷോപ്പിയാൻ ചെന്നിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ വണ്ടി വിടത്തില്ല. 12 വീല് പറ്റിയാൽ 10 വീല് വരെ വിടുന്നുള്ളൂ. അതല്ലേ, ചെറുവണ്ടികളെ വിടത്തുള്ളൂ, വലിയ വണ്ടി വിടത്തില്ല. ഇല്ലില്ല. സഫ്രോൺ ഫീൽഡ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം. ഇവിടെ ഈ പാമ്പോറിൽ ഈ സഫ്രോണിന്റെ മാത്രമല്ല, ഇവിടെ പിന്നെ ട്രക്കിംഗ് ഉണ്ട്, കുറേ ട്രക്കിങ്, പിന്നെ വൈൽഡ് തുലിപ്സ് ഉണ്ട്, അത് കാണാനൊക്കെ പറ്റും നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ ഹോം സ്റ്റേസ് ഉണ്ട്, ഗവൺമെന്റ് ഹട്ട്സ് ഉണ്ട്, സ്പിരിച്വൽ മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഏരിയസ് ഉണ്ട്. ഇതെല്ലാം ജമ്മു ആൻഡ് കാശ്മീർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്ന. ഏതാ, ഈ ചുടുകട്ടയാണോ? അല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതായിരുന്നു. അന്നേരം ഒരു ചുടുകട്ട വണ്ടിയും കൂടെ വന്നപ്പോ അല്ലേ. അതെ, തെറ്റിദ്ധരിച്ച്. അതുകൊണ്ട് ആ കട്ട അടുക്കിയേക്കുന്നുണ്ടോ, ചാടി പോകത്തില്ല. അതെ, ലോക്കായിട്ട് അടുക്കിയേക്കുക, ലോക്ക് ചെയ്ത് അടുക്കിയേക്കുക. ഈ വണ്ടി കാണുമ്പോ എനിക്ക് ഓർമ്മ എന്നറിയോ, ഈ കളിപ്പാട്ടം കടയിൽ മേടിച്ചെടുത്തില്ല നമ്മള്, കളിപ്പാട്ടം ചെറിയ ടിപ്പറാ, നീളം കുറഞ്ഞ. പിന്നെ ഇവിടെ എല്ലാം തിരക്കുണ്ടല്ലോ ഒരു വിധം. പകല് നല്ല ട്രാഫിക്കാന്ന് തോന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് ബ്ലോക്ക് കിട്ടുമോ? നാക്ക് വളയ്ക്കല്ലേ. അപ്പം നമ്മൾ കശ്മീരും ലഡാക്കും ഒക്കെ കറങ്ങി കശ്മീരിനോട് വിട പറഞ്ഞ് ജമ്മുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. NH44 കൂടി. ആപ്പിൾ ലോഡോ കിട്ടിയില്ല. എന്നാൽ പിന്നെ വേറൊരു ചില്ലറ ലോഡുണ്ട്, അത് ശാലം കയറ്റാന്നുകൊണ്ട് അവിടെ ചെന്നപ്പാണ്ടേ അങ്ങോട്ട് വണ്ടി പോകല. അതെല്ലാം വളരെ പ്രതീക്ഷയിലായിരുന്നു വന്നത്, എല്ലാം നഷ്ടപ്പെട്ട്. അപ്പം അങ്ങോട്ട് ചെല്ലുന്നിടത്ത് ചെറിയ വണ്ടിയെ പോലും നമ്മുടെ വണ്ടി കയറി ചെല്ലുകയില്ല. അങ്ങനെ അതും വേണ്ടെന്ന് വെച്ചു. പിന്നെ വഴിക്ക് നിർത്തി എന്നാലും
ഏതൊക്കെയായാലും ഇത്രയായി. അപ്പം കുളിച്ചേക്കാന്ന് വെച്ചാൽ അതെ, കുളിച്ച് ഫ്രഷായി. മിച്ചം ഉണ്ടായിരുന്ന കഞ്ഞിയും കുടിച്ചു. എന്നാണ് മെഴുക്ക് വരട്ടിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? നല്ലല്ലായിരുന്നോ? നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഇന്നലത്തെക്കാട്ടി ടേസ്റ്റ് ആയിരുന്നു ഇന്ന് മെഴുക്ക് വരട്ടിക്ക്. കൊറേ ദിവസമായിട്ട് ഇതൊന്നും കഴിച്ചില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ടേസ്റ്റ് കൂടുതൽ. നാളത്തെ നമുക്ക് പാചകം തുടങ്ങിയേക്കാം. അല്ല, കുക്കിന്റെ ഗുണം കൊണ്ടല്ലേ? അല്ല, കുക്കിന്റെ ഗുണമുണ്ട്, എന്നാലും നല്ല മെഴുക്ക് വരട്ടിയും കഞ്ഞിയായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, എന്നാ പച്ചപ്പായെന്ന്, എന്നാ അടിപൊളിയാന്ന് നോക്കിയേ. മഞ്ഞുകാലത്ത് വന്നു കഴിഞ്ഞാൽ ഈ മലനിരകളെല്ലാം മഞ്ഞ് മൂടി കിടക്കും. അപ്പോൾ ഇതിലും വലിയ വേറൊരു സൗന്ദര്യമാണ്. ഇതും ചലം നദിയാണ്. ഉണ്ടോ എന്താ കളറെന്ന് നോക്കിയാൽ നെല്ലിൻ്റെ. ഇതൊക്കെ കുട്ടനാട്ടിൽ കൂടെ ചെന്ന പോലെ ആയി പോയല്ലോ. ആ ശരിക്കും ഇന്ന് ഒരു മൂടല, മഴ പെയ്യുന്നാ തോന്നുന്നേ. ആ വെയിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു. ആപ്പിൾ മരത്തൈകളാ നിൽക്കുന്നത്. കാശ്മീരിൻ്റെ ഈ ഒരു ഭംഗി ഈ സമയത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം വണ്ടി ബ്ലോക്ക് ചെയ്തേക്കാം. ആർമിയുടെ വണ്ടികളും എല്ലാം വരുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. കോൺവോയ് വല്ലതും വരുന്നുണ്ടായിരിക്കും. ഇതും ചലം നദിയാണ്. നമ്മളിപ്പോൾ ചലം നദി 3 പ്രാവശ്യം ക്രോസ് ചെയ്തു. NH44. അങ്ങനെ നമ്മൾ NH44 കയറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 44 കയറിയിട്ട് എത്ര നേരമായി? കുറച്ചു നേരമായി. അതെ, 44 കേൾക്കുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ കന്യാകുമാരി വരെ ഉള്ള ഹൈവേ അല്ലേ? അതെ അതെ, കന്യാകുമാരി ടു ശ്രീനഗർ. ശ്രീനഗർ. കഴിഞ്ഞ ദിവസം കന്യാകുമാരി ചെന്നപ്പം ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടായിരുന്നു. അതെ, സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടു. സ്റ്റാർട്ടിംഗ് പോയിന്റോ എൻഡിങ് പോയിന്റോ? കന്യാകുമാരി നിന്നാണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. കന്യാകുമാരി നിന്നായിരിക്കും അല്ലേ? രണ്ടും കണ്ടെന്നാണ്. അതെ, 2 സൈഡും കണ്ടു. ഇവിടെ നിന്നും റൈറ്റിലേക്ക് പോകാം പുൽവാമയ്ക്ക്. പുൽവാമ അതെ, ആ വഴിയാ, അങ്ങോട്ട് കിടക്കുന്ന ആ വഴി. പച്ചപ്പട്ടുടുത്ത കാശ്മീർ. പച്ചപ്പട്ട് ഉടുത്തതല്ല, പച്ചപ്പട്ട് വിരിച്ച. പച്ചപ്പട്ട് വിരിച്ച കാശ്മീർ. അവന്തിപ്പോറ. ജമ്മു 235 കിലോമീറ്റർ അങ്ങ് മറിയുന്നില്ല കേട്ടോ. ആഹാ, ഡ്രൈവർ പോരാ. ഇതെല്ലാം ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന കേട്ടോ. കാശ്മീരി വില്ലോടെ തടികളാണ്. അവിടെ ഇരിപ്പുണ്ട് ക്രിക്കറ്റ് ബാറ്റൊക്കെ. ഇത് സ്കൂൾ ബസ്സാണ്, അതിലേ വരുന്നതുണ്ടോ. ട്രാൽ ഉറുദു എഴുതിയേക്കുന്നത് അതല്ലേ ആ ബോർഡിലല്ല. അപ്പോഴേ ഇനി എന്നാ പരിപാടി? ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ പഞ്ചാബിലേക്ക് പോവാം. ഞങ്ങളല്ല, നമ്മൾ. അപ്പം പഞ്ചാബിൽ നിന്ന് എന്തായാലും നമുക്ക് കിട്ടും, കിട്ടാതിരിക്കുകയല്ല. പഞ്ചാബിൽ ലോഡെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടോ? അവിടെ ചോദിച്ചിട്ടുണ്ട്, ലോഡ് ഉണ്ടായിരുന്നു. ഒന്നിൽ പിഴച്ചാൽ 3. അപ്പം മൂന്നാമത്തെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ലോഡ് ആകും, എന്തായാലും ഉറപ്പായിട്ടാവും. 1-ലും 2-ലും പിഴച്ചു. അതെ, അല്ല ഇത് കിട്ടിയാലും കാര്യമില്ല, വേറെ എന്തെങ്കിലും ലോഡ് കയറ്റാൻ പോകാൻ പറ്റും. ഇത് കുറച്ചേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ സാരമില്ല. അവന്തിപ്പുറ ഇത് എത്ര രൂപയെന്ന് നോക്കിയേ. നമുക്ക് 740 രൂപ. ചെറിയ ചാർജേ ഉള്ളൂ. അതെ, അപ്പോഴേ നമ്മളിനിയിപ്പോൾ ഇവിടെ ചെല്ലുമ്പോഴത്തേനും ആ മോശം വഴിയൊക്കെ രാത്രിയിലായിരിക്കും. ആ പ്രശ്നമുള്ള സ്ഥലങ്ങളൊക്കെ രാത്രിയിലായിരിക്കും ആ സാധനം അല്ലേ? ആ, ഇപ്പൊ പ്രേക്ഷകർക്ക് ഭയങ്കര പരാതിയുണ്ട് കേട്ടോ. ഈ രാജേഷിനെ ആയിട്ട് പണി ചെയ്യിക്കുന്നത്. ഞാൻ ചെയ്യുന്ന പണി ആരെങ്കിലും കാണുന്നുണ്ടോ? ക്യാമറയ്ക്ക് പിന്നിലായോണ്ടേ. ഇത് വല്ല ഒരു പണിയാണോ? പണിയായിട്ട് കൂട്ടാൻ പറ്റുമോ? വണ്ടി ഓടിക്കുന്ന എപ്പോഴും നമുക്ക് താല്പര്യമുള്ളൊരു കാര്യമായതുകൊണ്ട് അതൊരു ജോലിയായിട്ട് നമ്മളൊക്കെ ഫീൽ ചെയ്യല. അതെ, അത്രേ ഉള്ളൂ. വണ്ടിയെ കയറി ചുമ്മാ ഇരിക്കുന്ന കാര്യമാണ് ഏറ്റവും വലിയ മടുപ്പ്. ഇവിടെയൊക്കെ അന്ന് ഞങ്ങൾ ആ വഴി കടന്നു വന്നില്ല 5 ദിവസം. എന്നാൽ ഇവിടം തൊട്ട് ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാം ഒത്തിരി പരിചയക്കാരുണ്ട്. പരിചയക്കാരെ വല്ലതും കാണണമെന്ന് തോന്നുന്നുണ്ടോ? പരിചയക്കാരൊക്കെ ഇനിയും വരുമ്പോൾ കാണാം, ഇനിയും വരാമല്ലോ. അതുകൊണ്ട് അതെല്ലാം ബാറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കുന്ന തടികളാണ്. ക്രിക്കറ്റ് ബാറ്റ്. ഡിസ്ട്രിക്ട് പോലീസ് അനന്തനാഗ്. വെൽക്കം ടു ഡിസ്ട്രിക്ട് അനന്തനാഗ്. പുൽവാമ ഡിസ്ട്രിക്ട് കഴിഞ്ഞല്ലേ? ഇപ്പം അനന്തനാഗ് ഡിസ്ട്രിക്റ്റാണ്. ഇവിടെ ഒതുക്കണം. ഒതുക്കൂ. രാമ്പന് 100 കിലോമീറ്റർ 101 കിലോമീറ്റർ ഉണ്ട്. പഹൽഗാം 44 കിലോമീറ്റർ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകണം. അനന്തനാഗ് ചെന്നിട്ടാണ് പഹൽഗാം പോകുന്നത്. ഇവിടുന്ന് ഒരു 40-44 കിലോമീറ്ററേ ഉള്ളൂ പഹൽഗാമിന്, നമ്മുടെ ഈ ഹൈവേയിൽ നിന്ന്. ഇത് കണ്ടോ, ഇത് എയർ സ്ട്രിപ്പാണ്. എന്ന് പറഞ്ഞാൽ അടിയന്തര ഘട്ടങ്ങളിൽ ഫ്ലൈറ്റ് താഴാനുള്ള സൗകര്യം ഹൈവേകളിൽ, ഇപ്പോൾ പണിയുന്ന ഹൈവേകളിലെല്ലാം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് പണിതേക്കുന്ന ഇതുണ്ടോ, അതെല്ലാം കോൺക്രീറ്റ്. ഇവിടെ ഇത്ര നേരം ടാറിങ്ങില്ലായിരുന്നു, കുറേ ദൂരം ഉണ്ട്. ഇങ്ങനെ മിക്ക ഇപ്പോൾ ഉള്ള എല്ലാ ഹൈവേകളിലും ഇതുപോലെ എയർ സ്ട്രിപ്പ് ഉണ്ട്. റൺവേയിലൂടെ വണ്ടി ഓടിച്ചു. അതെ, ഇപ്പം റൺവേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അങ്ങോട്ട് കണ്ടോ കോടമഞ്ഞൊക്കെ ഇറങ്ങി മഴയാന്ന് തോന്നുന്നു. അങ്ങോട്ട് ജമ്മു റൂട്ടിലേക്ക് മഴയാന്നാ തോന്നുന്നത്. ഇതൊരു മാർക്കറ്റ് കേട്ടോ, ആപ്പിൾ മാർക്കറ്റ്. അത് ഹൈവേ സൈഡിൽ തന്നെ അല്ലേ? ഹൈവേ സൈഡിൽ തന്നെ. അല്ല, കുറെ വണ്ടികളൊക്കെ ഉണ്ട്, ലോക്കൽ വണ്ടികളാ, ചെറിയ വണ്ടികളാ. അതല്ലേ സൗകര്യം, വണ്ടി അങ്ങോട്ട് ഇറങ്ങിയിട്ട് ലോഡ് കയറ്റിയാൽ പോരെ. അതെ, ഗവൺമെന്റ് ഹൈസ്കൂൾ, ജബ്ലിപ്പോറ, കുൽഗാം പോലീസ്. ഇതുണ്ടോ, ഇതെല്ലാം ആപ്പിൾ കയറ്റാൻ വേണ്ടി. അല്ല, ആപ്പിൾ കയറ്റാൻ വന്നതായിരിക്കും അല്ലേ?
അവിടെ വല്ല ഓഫീസ് ആയിരിക്കും. ഇവിടെ വല്ല ലോറി ഓഫീസ് ഉണ്ടായിരിക്കും. ഇവിടുത്തെ വണ്ടികളല്ല. അല്ലല്ല, അവിടെ വഴി വെറുതെ ബ്ലോക്കാണ്. അങ്ങോട്ടുള്ള വഴി ബ്ലോക്കാണോ? ബ്ലോക്കാന്ന് തോന്നുന്നതല്ലേ, വഴിയിലെല്ലാം വണ്ടി കിടപ്പുണ്ടല്ലോ. ഇന്ന് സൂര്യനൊന്നും ഇല്ല കേട്ടോ, ലൈറ്റും ഇല്ല. അതേ കോട ഇങ്ങനെ ഇറങ്ങി വന്നു, മലനിരകളെല്ലാം കാണത്തില്ലതായി. മലനിരകൾ കോട കാരണം മൂടിപ്പോയി. ആ, അന്ന് ഇവിടെ എല്ലാം വഴി ബ്ലോക്കായി. ഞങ്ങൾ 2-3 ദിവസം ഇതിലെ വഴിയിൽ കിടന്നേ പോകുന്നത്. ഇതാണ്ടോ ഇതേ ആപ്പിളോട് കയറ്റിയേക്കുന്നു ചെറുവണ്ടിയിൽ. ആ അതെ, ആ പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് കൊണ്ടൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ട് ശ്രീനഗറിലെ അത്രയും ചൂടില്ലെന്ന് തോന്നുന്നു, ഇച്ചിരി ചൂട് കുറവാണ്. അതെ, നോക്കിയാൽ കോട ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഖാസിഗുണ്ടെത്തി. എന്നിട്ട് ഇവിടെ ഒരു കുറേ ദിവസം കിടന്നു. ഈ ഇതിലെ താഴേക്ക് ഇറക്കിയിട്ടു. ഈ വഴിയിലല്ലേ? ഈ പാലിന് താഴോട്ട് ഇറക്കിയിട്ടു, അവിടെ കിടന്നു. ഇത് റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജാണ്. റെയിൽവേ ലൈൻ താഴെ കൂടെ പോകുന്നു. ഖാസിഗുണ്ട് ടൗൺ ഈ റൈറ്റ് സൈഡിലാണ്. ബനിഹാൾ 36 കിലോമീറ്റർ. എനിക്ക് അവിടെ എല്ലാം നോക്കിയേ, മുകളിലെല്ലാം കുടമഞ്ഞ. വഴിയിലെ ലോറികളൊക്കെ വളരെ കുറവല്ലേ. ഈ സമയമായതുകൊണ്ട് രാത്രി ആകുമ്പോഴത്തേനുള്ള വണ്ടിയെല്ലാം കൂടെ വരും. ലോഡിലാണേലും വലിയ വണ്ടികളൊന്നും കാണില്ല, എന്നുവെച്ചാൽ ലോഡ് ആയിട്ടില്ലല്ലോ. ലോഡ് കുറവായതുകൊണ്ട് വണ്ടിയിൽ കുറവാ. ഇവിടെ ആപ്പിൾ ഉണ്ട് കേട്ടോ, ആപ്പിൾ മരുന്ന്. അവിടെ ഉണ്ട്. ഈ മലകൾക്ക് എല്ലാം കണ്ടോ ഒരു ഡാർക്ക് പച്ച കളറാണ്. അപ്പം നമ്മളിത് ഖാസിഗുണ്ടൊക്കെ കഴിഞ്ഞ് ടണലിലേക്ക് കയറാറായി. ഇതിലേ പോയാൽ പഴയ വഴി കൂടെ കയറിപ്പോയി ലെഫ്റ്റിലോട്ട് പോയാൽ. ഇവിടെ ഈ മല ഇറങ്ങി വരുമ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു പണ്ട്, ഓർക്കുന്നുണ്ടോ? ഉണ്ട് പണ്ട്. പിന്നെ GST വന്നുകൊണ്ട് ചെക്ക് പോസ്റ്റുകളുടെ എല്ലാം നിന്ന് പോയി. അതുകൊണ്ട് എന്ത് സമാധാനമുണ്ട്. അപ്പോൾ കാശ്മീർ താഴ്വരയോട് വിട പറഞ്ഞ് നമ്മളിതേ ബനിഹാളിലേക്ക് പോകുക. ബനിഹാൾ ഖാസിഗുണ്ട് ടണലിലേക്ക് കയറാൻ പോവാണ്. ബനിഹാളിലേക്ക് തന്നെയല്ല, ഇവിടെ നിന്ന് നേരെ ജമ്മുവിലേക്ക് പോവല്ലേ. ഇപ്പം കാശ്മീർ താഴ്വരയിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. കാശ്മീർ താഴ്വരയിൽ മേളിലോട്ടല്ലേ മുകളിലേക്ക് കയറുന്നതിന് പകരം എവിടെ ഈ ടണൽ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ പിന്നെ ഇതിലെ നേരെ ഈ മലയുടെ അപ്പുറത്ത് ചെല്ലും. പിന്നെ നമ്മൾ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങുക ചെയ്യുന്നത്. അപ്പം ജമ്മുവിൽ നിന്ന് മല കയറിയല്ലേ ഇങ്ങോട്ട് വന്നത്. ടണലിൽ കയറുമ്പോൾ ലൈറ്റ് ഇടണം കേട്ടോ. ലൈറ്റ് ഇട്ടു. കഴിഞ്ഞ പ്രാവശ്യം അബദ്ധം പറ്റി, കറണ്ട് പോയതുകൊണ്ട് ആ ഓർമ്മയില്ല. അന്ന് കയറിയപ്പോഴാണ് ലൈറ്റ് ഇട്ടു. ഈ ബനിഹാൾ ഖാസിഗുണ്ട് ടണലിന് 8.5 കിലോമീറ്റർ നീളമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 4 ലൈനുണ്ട്. അങ്ങോട്ട് 2 ലൈനും ഇങ്ങോട്ട് 2 ലൈനും. അങ്ങനെ 2 വലിയ ടണലുകളാണ്. ഇവിടെ സ്പീഡ് ലിമിറ്റ് ഉണ്ട്, 50 കിലോമീറ്ററാണ് സ്പീഡ്. അപ്പോൾ അതേ നമ്മൾ ആ മലയുടെ ഇപ്പുറം എത്തി. ആ മലയ്ക്കിപ്പുറേ നല്ല മഴയായിരുന്നു. മഴയും മഞ്ഞും കോടയും. അതെ, ഇവിടെ വന്നപ്പോഴേ വണ്ടിക്കകത്ത് ഇത് കാണുന്നത്. അതെ, എല്ലാം പടുത ഇടുക, അവിടുന്ന് പടുത ഒന്നും ഇടാതെ പോകുന്നവരാ. മഴയും മഞ്ഞും. മഴ ചാറുന്നുണ്ട്, ചെറുതായിട്ട് ചാറുന്നുണ്ട്. എന്നാ പെട്ടെന്ന് കാലാവസ്ഥ മാറിയാന്ന് നോക്കിയേ. അതെ, അവിടെ ടോളേ 1180 രൂപ കേട്ടോ ഇവിടെ അല്ലേ. അതെ, പക്ഷെ അവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു. 1180 രൂപ കൊടുത്താലും നഷ്ടമില്ല. എന്നറിയോ, ഈ മല കയറി വരണമെങ്കിൽ എത്ര രൂപ ഡീസൽ വേണം, സമയം എത്ര പോവും. അതെ, ഇത് പണ്ടൊക്കെ കുറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു വർഷങ്ങൾ കഴിയും തോറും. ഇപ്പൊ ഇവര് കൂട്ടിക്കൊണ്ടിരിക്കുക. ഓരോ വർഷം കൂട്ടുക. അതാണ് ഒരു പ്രശ്നം. അപ്പൊ ഇതാണ് ബനിഹാൾ ടൗണ്. പഴയ ടൗണ് മുന്നോട്ട് പോകുമ്പം ഹൈവേന്ന് മാറി ലെഫ്റ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിലാണ് ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ. നല്ല രസമുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ. ആ മോളിൽ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ. പഴയ റോഡ് അത് കണ്ടോ, അതെ, അങ്ങ് ആ മലയുടെ അടിവാരത്തൂടെ പോകുന്നതായിരുന്നു പഴയ റോഡ്. അതുകൊണ്ട് ആ വണ്ടിയല്ലേ കാബേജാ പോകുന്നത്. ഇതൊക്കെ ഇവിടുത്തെ ആയിരിക്കും, ഇവിടുത്തെ കൃഷി ചെയ്തായിരിക്കും. അതാണ് ബനിഹാൾ ടൗൺ. ഈ വഴി ഓപ്പൺ ആകുന്നതിന് മുമ്പ് പഴയ വഴി കൂടെ വരുമ്പോൾ മിക്കവാറും ബനിഹാൾ ടൗണിൽ മിക്കവാറും ബ്ലോക്ക് കിട്ടുന്നതായിരുന്നു. ഇവിടെ എല്ലാം വലിയ പാലങ്ങളായി. അതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ വരാം. അതെ, ഇവിടെ നമ്മൾ ഇറങ്ങാം. ഇറങ്ങാൻ തുടങ്ങി. പിന്നെ ചെറിയ സ്ലോപ്പ് ഇറക്കമല്ലേ ഇത്. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല ഇറക്കങ്ങളുണ്ട്. ഇങ്ങോട്ട് കയറി വന്ന മലകളെല്ലാം തിരിച്ചിറങ്ങണ്ടേ. കണ്ടോ, ഒരു കാറ് ഇവിടെ ഇടിച്ച് ആക്സിഡൻ്റായി കത്തി. പുതിയ വണ്ടിയായിരുന്നു കേട്ടോ, വലിയ പഴക്കമില്ലാത്ത വണ്ടിയാണ്. മാരുതിയുടെ ഏതാ വണ്ടിയാണ്. ഇത് പുതിയൊരു ടണലാണ്. നമ്മളിപ്പോൾ ടണലിൽ കൂടെയാണ് പോകുന്നത്. ഇങ്ങോട്ട് വരുന്ന വഴിയുണ്ടോ അതിലെ. ഇതെല്ലാം പണി തീർന്നിട്ടൊന്നുമില്ല, ലൈറ്റൊക്കെ ഇട്ടു. അതെ, ലൈറ്റ് ഒന്നും ഇല്ല കണ്ടോ. അല്ലെന്നേ, പണി തീർന്നിട്ടില്ല. ഇത് പിന്നെ ഇവിടുത്തെ വഴിയുടെ പ്രശ്നം കൊണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കുന്ന ചെറിയ ടണലാ ഇത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര എളുപ്പമുണ്ട്. ഈ ഒരു മലയ്ക്ക് ഇപ്പറേ വന്നില്ലേ. അതെ, ഇതുണ്ടോ, ആ മോളിൽ നിന്ന് ആ മല ഇടിഞ്ഞു വീണതാ ഇവിടെ എല്ലാം. ആണ്ടെ റോഡിൽ കിടക്കാം. അത് ദിവസം ആയിട്ടില്ല, ഇടിഞ്ഞു വീണ കോരി മാറ്റിയിട്ടേക്കുന്ന ഇത്. ഇതുണ്ടോ, താഴത്തെ റോഡിൽ വരെ വന്നു കേട്ടോ. താഴത്തേക്കും പോയി. അത് എനിക്ക് ഒരു ഏരിയ മൊത്തം എന്താ പറയുക ദൂരം. ഈ കല്ല് ഈ പാളി ആയതുകൊണ്ടേ കാറ്റടിച്ചാൽ പോരും. ഇങ്ങനെ വെള്ളം വേണേ ഇവിടുന്ന് വെള്ളം പിടിച്ച് വെക്കാം കേട്ടോ. അങ്ങോട്ടല്ലോ. പാത്രമൊക്കെ കഴിയാണോ? പാത്രമെല്ലാം കഴിയും.
ഞങ്ങള് കുറച്ച് ഉത്തരവാദിത്വം കൂടുതലുള്ള കമ്മിറ്റിയാണ്. ഞങ്ങൾ പാത്രമൊക്കെ കഴുകി വെച്ച് അതെ അന്നേരം പണി തീർക്കും. പിന്നത്തേക്ക് വെക്കുന്ന പരിപാടിയില്ല. ഇവിടം പഴയ വഴിയാ, ഇവിടുന്ന് അങ്ങോട്ട് പണി തീരാനുണ്ട്. ഇതെല്ലാം ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവുന്ന സ്ഥലങ്ങളാണ്. ഇതുണ്ടോ, അത് കോരി മാറ്റിയതാ ഇവിടെ ഇടിഞ്ഞു വേണ്ടിട്ട്. അത് താഴോട്ട് ഇടിഞ്ഞും പോയിട്ടുണ്ട്. ഇതുണ്ടോ ഒരു കല്ല് കിടക്കുന്നേ, ഇത് മോളിൽ നിന്ന് വന്നതാ. അതെ, അത് വേറെ ഉണ്ട്. ആ ഇത് ഇങ്ങോട്ട് ലോറികൾ ഇങ്ങനെ പതുക്കെ കയറി വരിക. ഇതാ ഇങ്ങോട്ട് നമ്മൾ കയറി വന്നാ പതുക്കെ. അതല്ല ഇപ്പൊ വിഷമം അങ്ങ് തീർന്നില്ലേ? ബ്ലോക്ക് ഇല്ല എന്നുള്ള വിഷമം അങ്ങ് തീർന്നില്ലേ? ശരിയാണല്ലോ, അങ്ങോട്ട് ബ്ലോക്ക് അല്ലേ? അതെ, അങ്ങോട്ട് വണ്ടി പോകുന്നേ ഇല്ല, ഇപ്പം നിർത്തി ബ്ലോക്കായി നിൽക്കുക. അവിടെ വീതി പറഞ്ഞ 2 സൈഡ് വീൽ എനിക്കൂടെ തന്നെയാണ് വരുന്നത്, അതുകൊണ്ടായിരിക്കും അത്രയും ബ്ലോക്ക്. ഓ, ആംബുലൻസ് ഒരെണ്ണം വരുന്നുണ്ട്. പുതിയ വഴി ഇതിലേ വരും ഇനി. മൊത്തം പാലമാണ്, നദിയിൽ കൂടെയാണ് പാലം ഉണ്ടാക്കിയേക്കുന്നത്. കണ്ടോ, അങ്ങനെ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോവാം. വണ്ടി പതുക്കെ നീങ്ങാൻ തുടങ്ങി. അവിടുന്ന് ട്രെയിലറാണ് വരുന്നത്. ചിലപ്പോൾ ഈ വണ്ടികൾ വന്നിട്ടായിരിക്കും ചിലപ്പം ബ്ലോക്കായത്. ഇല്ല, 2 ട്രെയിലർ തന്നെ അടുപ്പിച്ച് വരുന്നത്. 3 ട്രെയിലർ പോയി, ഇതേ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടായിരിക്കും ബ്ലോക്ക് ഉണ്ടായെന്ന് തോന്നുന്നു. ഈ ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേയിലെ പണി തീരാനുള്ള ഭാഗങ്ങളായത്. ഇവിടെ ഇപ്പോൾ കൂടുതലും ബ്ലോക്ക് ഉണ്ടാകുന്നത്. കുറച്ച് ദൂരമുള്ളൂ, ഇതുകൂടെ പണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല. ഇവിടെ ലോറികൾ തന്നെ കയറി വരുന്നത് ഇങ്ങോട്ട്. അവിടെ പണിതായിരുന്നു ശരിക്കും അത്, എന്നിട്ട് പിന്നെ ഇടിഞ്ഞു വീണതാ മല. മല ഇടിഞ്ഞതാ. അത് പുതിയ വഴിയായിരുന്നു, അതെല്ലാം ഇടിഞ്ഞു പോയി. ഇതേ എൻ്റെ കോരി മാറ്റിക്കൊണ്ടിരിക്കുക. ഒരു സൈഡിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുമ്പോൾ ഒരു സൈഡിൽ നിന്ന് പൊക്കോണ്ടിരിക്കും. അതെ, കേട്ടോ, മല ഇടിഞ്ഞ് കിടക്കുന്ന കേട്ടോ. എന്താ പറയുക, ഇതായിരുന്നു പഴയ വഴി. ഇത് ഇവിടെ ഒരുപാട് എന്നും ബ്ലോക്കാവുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. അവിടെ ഇതൊക്കെയാലും ഇപ്പോൾ പുതിയ പാലം വന്നുകൊണ്ട് ഇങ്ങോട്ട് 2 ലൈനും 4 ലൈനും ഇങ്ങോട്ട് മാറ്റി പാലമാക്കി. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവുകയില്ലെന്ന് പ്രതീക്ഷിക്കാം. അത്രയും അത് പണി ഇതേ അവിടെ വീണ്ടും ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ പണി തീർന്നായിരുന്നു. തീർന്നായിരുന്നു. കണ്ടില്ലേ, വീണ്ടും ഇടിഞ്ഞ് വീണു. നമുക്ക് എവിടെയെങ്കിലും ഇടയുള്ളിടത്തൊരിടത്ത് നിർത്തുകയാണ്, നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് പോവാം. മലയിടിച്ചിൽ കഴിഞ്ഞിട്ട് മതി കേട്ടോ. ആയിക്കോട്ടെ, കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നിർത്താം. ഓ, ഇതുകൊണ്ടോ ഒരു കാർ കിടക്കുന്നുണ്ടോ? ആ മോളിൽ നിന്നാണ്ട് താഴെ പോയത് എവിടുന്നോ? അതോ വല്ല മലയിടിച്ചിൽ പെട്ടതാണോ എന്നും അറിയാൻ പറ്റിയല്ലോ. ജമ്മു മോളിൽ കൂടെ പോകല്ലോ. ഇല്ലേ ഇല്ലേ, ഈ വണ്ടിക്കാർ താഴെ കൂടെ അതിലേ പോകത്തില്ലേ? ഇല്ലെന്ന് തോന്നുന്നല്ലേ. ഇവിടോട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് അതിലേ വണ്ടി വിടുന്നില്ല ഇപ്പോൾ അല്ലേ? അത് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് ഈ വഴി എന്തായാലും ബ്ലോക്ക് ആകുമ്പോൾ അതിലെ കയറ്റി വിടുന്നതായിരിക്കും. അതായിരിക്കും അവിടെ ജമ്മുന്ന് ബോർഡ് ഇരുന്നേ. ഈ വഴി പഴയ വഴിയാണ്. ഇതങ്ങ് അങ്ങോട്ട് ആ പാലത്തിലോട്ട് തന്നെ ചെന്ന് കയറുക. അല്ലല്ല, അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. അവിടെ അല്ല, ഇത് അപ്പുറം ചെല്ലുന്നത്. അല്ല, നമുക്ക് നേരെ കയറി പോരുമായിരുന്നു, അതിലേ കയറി പോകായിരുന്നു. അവിടെ ഇത് ബാരിക്കേഡ് വെച്ചേക്കുന്നോണ്ടാ ഞാൻ പിന്നെ. അല്ല, ആ ബ്ലോക്ക് ആ വഴി തിരിഞ്ഞ് ഇവിടെ ഒരു ടണലുണ്ട്, ആ ടണലിലേക്ക് കയറി പോകും. നമ്മളിപ്പോൾ ഇതിലെ ഇച്ചിരി കറങ്ങി വേണം പോകാൻ. അല്ല, ഇതിലെ തന്നെയായിരുന്നു നമ്മൾ വന്നപ്പോഴും ഇതിലെ വണ്ടികൾ ഇറക്കി വിട്ടുകൊണ്ടിരുന്നത്. ചില സമയങ്ങളിൽ അതിലെ വിടുന്നുള്ളൂ. ഇതല്ലേ ജമ്മുന്ന് ബോർഡ് വെച്ചേക്കുന്നുണ്ട്. നമ്മളതുകൊണ്ട് കുറച്ച് ചുറ്റണം. നമ്മളിപ്പോ പഴയ വഴിക്കാ വന്നത്. അതെ, ഇല്ലേ ആ ടണലിൽ കയറി അങ്ങ് പോയിരുന്നു. ആ ടണലിലേക്ക് കയറുമെന്ന് തോന്നിയില്ലേ? ടണലിൽ ചെല്ലും. അതെ, ടണലിൽ ചെന്നാ പോകുന്നത്. ആ വണ്ടിയുടെ ടയറിനിടയ്ക്ക് ഒരു കല്ലിരിക്കുന്നുണ്ടോ? അതല്ലേ കൊണ്ട് തൊട്ട് നിൽക്കരുത് കേട്ടോ. അതെങ്ങനെ ഇളകി ഇങ്ങോട്ട് പോകുന്ന സ്പീഡ് കൂടിയാലേ ഇളകി പോരുള്ളൂ. എന്നാലും പോരാൻ സാധ്യതയില്ല, അത്ര വലിയ കല്ല. നല്ല ലൈനയുടെ കയറി ഇരിക്കുക ടയറിനിടയിലേക്ക്. അതിലെ നമ്മൾ താഴെ കൂടെ ഇറങ്ങി കറങ്ങി ഇതേ ഇവിടെ വന്നു. തന്നെ ഇവിടെ പോകുന്നില്ലേ? ഇവിടുന്ന് വന്ന് ഇങ്ങനെ അങ്ങോട്ടാ വിടുന്നത്. എങ്ങോട്ട്? ഇങ്ങനെ അതിലേ കയറി അങ്ങനെ പോകുന്നത്. അത് അങ്ങോട്ട് പോകുന്നല്ലേ? അങ്ങോട്ട് പോകും. നമുക്ക് ഈ ടണലിൽ കയറിപ്പോവാം. അത് ഈ വണ്ടി നിൽക്കുന്നത് എനിക്ക് അവിടെ തടഞ്ഞു നിർത്തിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വന്നോണ്ടിരിക്കുക, അതുകൊണ്ടാണ്. ടണലും വലിയ തിരക്കൊന്നും ഇല്ലാതെ ബ്ലോക്കൊന്നും ഇല്ലാതെ ഇവിടെ വരെ എത്തി. ഇപ്പോൾ ഈ ടണൽ ഒരെണ്ണം ഓപ്പൺ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വണ്ടികൾ ടണലിൽ കൂടെ വിടുന്നത്. സ്പീഡ് ലിമിറ്റ് 40 കിലോമീറ്റർ. ഇതൊക്കെ ചെറിയ ടണലല്ല, വലിയ ദൂരമൊന്നുമില്ല. റോങ് സൈഡ് കയറി വന്ന വണ്ടികളൊക്കെ അവിടെ കിടക്കുക. നമ്മളതുകൊണ്ട് പെട്ടെന്ന് പോകുന്നു. നമ്മൾക്ക് അതുകൊണ്ട് വലിയ ബ്ലോക്ക് കിട്ടാതെ പോകുന്നു. അപ്പോൾ അതെ, ഈ ടണലിൽ നിന്ന് ഇറങ്ങിയത് തൊട്ട് തന്നെ പുതിയ ടണൽ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ താഴെ കൂടെ അതിലെ കയറിയാ വരുന്നത്. ഇത് അങ്ങോട്ട് മാത്രമേ വണ്ടി വിടുന്നുള്ളൂ ഈ ടണലിൽ കൂടെ. ഇതല്ലേ ടണൽ 4. അപ്പോൾ ഇത് 3.5 കിലോമീറ്റർ നീളമുള്ള ടണലാണ്. ഈ ടണൽ ഈ അടുത്ത ഇടയ്ക്ക് ഓപ്പൺ ആയതാണ്. ഇതിലെ ഞാൻ വന്നിട്ടില്ല, ആദ്യമായിട്ട് വരുവാന്നാണ് തോന്നുന്നത്. താഴോട്ട് ചെറിയ ഇറക്കം, ഇങ്ങനെ സ്ലോപ്പായിട്ടാണ് ഇത് ടണൽ കിടക്കുന്നത്. ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ആ 3.5 കിലോമീറ്റർ ടണൽ ഇറങ്ങി. ഇവിടുന്നും കണ്ടോ ടണൽ വരുന്നുണ്ട്. വീണ്ടും അടുത്ത ടണലാ. പക്ഷേ അത് പണി പൂർത്തിയായിട്ടില്ല, പണി നടക്കുന്നേ ഉള്ളൂ. ഈ ടണലെല്ലാം പണി തീർന്നു കഴിയുമ്പം നല്ല സുഖമായിട്ട് നമുക്ക് ഒരു ബ്ലോക്കും ഇല്ലാതെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് എത്താം. ഒറ്റ ദിവസം കൊണ്ടെത്തും. അങ്ങോട്ട് പോകുന്ന ലൈനാണ് ഈ താഴെ കൂടെ പോകുന്നത്.
ഇവിടെ എല്ലാം മഞ്ഞിറങ്ങി. ബ്ലോക്കാ. ആ ഇവിടുന്ന് ഇതേ ബ്ലോക്കാ. ഈ പഴയ വഴി തീരുന്നിടം വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും. ബ്ലോക്ക് ഉണ്ടാവും. മഴയൊക്കെ പെയ്ത് നദിയിൽ ചെറുതായിട്ട് വെള്ളം വരുന്നേ ഉള്ളൂ, കലക്കവെള്ളം. മൊത്തം മഞ്ഞ അവിടെ എവിടെയൊക്കെ ആയിട്ട് മഞ്ഞുണ്ടോ? ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. അവിടെ ഇങ്ങോട്ട് ഇച്ചിരി മഞ്ഞ് കയറി വരുന്നുണ്ട് ഇങ്ങനെ, എവിടെയെല്ലാം മൂടി. കണ്ടോ, ഇതെല്ലാം ഈ പാറയെല്ലാം ഇടിഞ്ഞു വീണു. അതെന്ന് അടുക്കല്ലേ മൊത്തം. ചെനാബ് നദിയുടെ പോഷക നദിയാണ് ഒഴുകുന്നത്. ഈ പാറയുടെ അടിയിലൊന്നും ധൈര്യമായിട്ട് കൊണ്ട് നിർത്താൻ പറ്റിയല്ല. എനിക്ക് പാറ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇപ്പം അടന്നു പോരുമെന്ന് ഓർക്കും. ഇവിടെ ഇച്ചിരി നല്ല ബ്ലോക്കാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടികൾ വരുന്നുമില്ല. എല്ലാവരും ഇങ്ങനെ വെളിയിൽ ഇറങ്ങി നിൽക്കുക. എല്ലാ വണ്ടികളും പതുക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങി. ഓ മഞ്ഞ് കയറി വന്നുണ്ട് ഇവിടെ അല്ലേ. ഈ ബ്ലോക്കേ ഇവിടെ ഈ പണി നടക്കുന്നുണ്ട്. ഇതേതാണ്ട് ഇങ്ങോട്ട് മാറ്റി വെക്കുകയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുണ്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും വീതി കുറഞ്ഞ പഴയ വഴിയാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും. ഇപ്പം ലോറികൾ തന്നെയാണ് കൂടുതലും വരുന്നത്. ചെറുവണ്ടികളാണ് കൂടുതലും കേട്ടോ ഇവിടെ. ചെറുവണ്ടി എന്ന് പറയാൻ പറ്റിയല്ല. 10 വീലും 12 വീലും 14 വീലും എല്ലാം അതിന് ബ്ലോക്ക് ആകുമ്പോൾ കാറുകാർ അതിലേക്ക് കയറിപ്പോവും. പിന്നെ ലോറികളെല്ലാം അവിടെ കിടക്കും. അതെ, അതുകൊണ്ട് പിന്നെ ലോറികൾ തന്നെ പിന്നെ വരും. എന്ത് വണ്ടിയാന്ന് നോക്കി. മഞ്ഞ് കയറി റോഡിലേക്ക് വരുന്നുണ്ടോ, പൊടി പറക്കുന്ന പോലെ. അതെ, ഈ കോടമഞ്ഞ് ഇത് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കിടക്കുന്ന എന്നാന്ന് മനസ്സിലാകുന്നില്ലല്ലോ. അതാണ് മനസ്സിലാകാത്ത. കണ്ടില്ലേ, നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ ഇത് മൊത്തം മൂടിയോ എല്ലായിടം അങ്ങ് മൂടും. ഇതെന്നാ ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നതായോണ്ടേ കുറച്ചെങ്കിലും സ്ഥലങ്ങൾ അവർ കാണണ്ടേ. അതുകൊണ്ട് അതിനായിട്ടായിരിക്കും അല്ലേ കുറച്ചേ വാരി വിതറിയേക്കുന്ന ഓരോ സ്ഥലത്ത്. അതെ, അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്. അവിടെ ഇടയുണ്ടെങ്കിൽ ഒതുക്കാണ്, നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം. ചായം കുടിക്കാൻ വേണേ ഒരു ബക്കറ്റ് വെള്ളം എടുത്തു വെക്കാം. അത് തന്നെയല്ല, കല്ലൊന്നും ഇടിഞ്ഞു വരാനില്ല ആ സൈഡിലില്ല. പിന്നെ അങ്ങനെ പറയാനും പറ്റിയല്ലോ കേട്ടോ. വന്നാലും വലിയ കല്ല, ചെറുതൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. തീരുമാനമാവും അല്ലേ. അതെ അതെ അതെ. ഇവിടെ ഡീസലിന് പകരം ഇതേ വെള്ളം നിറച്ചോണ്ടിരിക്കുകയാണല്ലോ ടാങ്കറിൽ. ഇവിടെ വെള്ളം ഒഴിച്ചാണോ വണ്ടികൾ ഓടുന്നത്? ഇവിടെ ഇടയില്ല നിർത്താൻ. നമുക്ക് പോയേക്കാം, അടുത്ത സ്ഥലത്തേക്ക് പോവാം. കുട്ടി മിണ്ടണില്ല. കുട്ടി വെറുതെ കണ്ടോണ്ടിരിക്ക. കാഴ്ചകളൊക്കെ കണ്ടതിന്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയണ്ടേ? അഭിപ്രായം വേണ്ടെങ്കിൽ ഇത്രയും ദിവസം തന്നെയല്ലേ കണ്ടോണ്ടിരുന്നത്. അപ്പൊ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഈ വഴി ഒന്ന് അങ്ങോട്ട് കയറി പോയപ്പോഴല്ലേ കണ്ടുള്ളൂ. അന്നേരം ഈ കാലാവസ്ഥയല്ല. ഇത്ര അധികം മഞ്ഞൊന്നും കണ്ടോ? എന്നാലും നമ്മുടെ അവിടെ ഉള്ള പോലല്ലേ ഉള്ളൂ. നമ്മുടെ അവിടെ ഉള്ള പോലെ അല്ല. അങ്ങനെയല്ല, കോടമഞ്ഞ് ഇപ്പൊ എല്ലായിടത്തും ഒരേപോലെ ആണല്ലോ. റോഡിലേക്ക് വരാതാ മഞ്ഞ് നിൽക്കുന്നത്. എന്നാന്നറിയോ, വണ്ടിക്കാർക്ക് വഴി കാണത്തില്ല. അവരും കാഴ്ച മറയരുത്. അതെ, എന്താ മോളിൽ നിന്ന് കല്ലുരുണ്ട് വന്നതാ ആ കിടക്കുന്നത്. ഇവിടെയൊക്കെ കല്ല് വീഴുന്ന സ്ഥലമാണ്. കല്ല് വീണാന്ന് ഒരു ആടൊരെണ്ണം ചത്ത് വണ്ടി ഇടിച്ചായിരിക്കല്ലേ ആക്കിയല്ലേ. എന്നാന്ന് വെച്ചാൽ താഴെ നിന്ന് വണ്ടി പതുക്കല്ലേ കയറി വരുള്ളൂ. ഇവിടെയൊക്കെ വീഴുന്ന ഇതുണ്ടോ, കോരി മാറ്റിയേക്കുന്ന ഇത്. മഞ്ഞും കൂടെ മൂടിയാൽ പിന്നെ പറയാൻ വേണ്ട, കാണത്തുമില്ല. ഒന്നും കാണത്തില്ല. വാഴക്കുല വണ്ടിയാന്ന് തോന്നല്ലോ. ഇവിടെയൊക്കെ ഇടിഞ്ഞ് വരുന്ന, ഇത്തിരി മോളിൽ നിന്ന് വരുന്ന ഇടിഞ്ഞ് വീണ് മാറ്റി വിട്ടേക്കുന്ന നോക്കി. താഴോട്ട് നോക്കിയാലേ ചെനാബ് നദി ഒഴുകുന്ന കാണാം. പക്ഷെ ഒരുപാട് 1 കിലോമീറ്റർ താഴെയാ. നല്ല താഴെയാ. അതുകൊണ്ട് ഡ്രൈവർ നോക്കണ്ട കേട്ടോ, നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഇവിടെ ഏതൊക്കെ ആയാലും ഇവിടുന്ന് വേറൊരു ടണലില്ല നമ്മൾ കയറി പോകുന്നത്. മെയിൻ പ്രശ്നമുള്ള സ്ഥലങ്ങളാണ് ഇപ്പം കഴിഞ്ഞ്. ടണൽ കയറി ഇറങ്ങിയപ്പോഴത്തേനും നോക്കിയേ മഞ്ഞ. താഴെ കൂടെ അങ്ങോട്ട് പോകുന്ന വഴിയാണ്ടേ. ഇവിടെ എന്നാ പറ്റി? ഒരു അപകടം കേട്ടോ. അപകടമാണോ? അതുകൊണ്ടോ ആ വണ്ടി മറിഞ്ഞാണോ? അല്ല മറിഞ്ഞില്ല. മറിഞ്ഞായിരിക്കും, നൂർത്ത് വെച്ചേക്കുന്ന. ഈ വണ്ടി മറിഞ്ഞു. അവിടുന്ന് സ്പീഡ് വന്നിട്ടേ ഇവിടെ വളവ് വീശിയതാ, വേറെ ഒന്നുമല്ല. ഇപ്പൊ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് ആ ടണൽ ഇറങ്ങിയ വണ്ടികൾ എന്നാ സ്പീഡിലാണ് വരുന്നത്. ആപ്പിളോടല്ലേ. ഈ ടണലുകൾ എത്ര എണ്ണം കയറിയെന്ന് അറിയാവോ? ഇത് വല്ല എണ്ണം നോക്കിയോ? അവിടുന്ന് നിങ്ങൾ രണ്ടുകൂടി ഇരുന്ന് എണ്ണുന്നേ കേട്ടല്ലോ. കിളി ഇതൊക്കെ എണ്ണം ഉണ്ടായിരുന്നോ? ഈ ലൈന് 14 എണ്ണം ഉണ്ട്. അതായത് ശ്രീനഗറിന്ന് ജമ്മുവിലേക്ക് 14 എണ്ണം, ജമ്മുന്ന് ശ്രീനഗറിലേക്ക് 11 എണ്ണം. ആണോ? നീ ഓപ്പൺ ആകാനുണ്ട് കേട്ടോ. ഇനി ഓപ്പൺ ആകാനുണ്ട്. ഇപ്പോഴത്തെ എണ്ണമായിരിക്കും പറഞ്ഞല്ലേ. അതെ, കാര്യം ഇത്രയും പ്രാവശ്യം വന്ന് പറഞ്ഞാലും ഞാൻ എണ്ണി നോക്കിയില്ല കേട്ടോ. എണ്ണം അറിയത്തില്ല. എന്നാ വെച്ചാൽ ഓരോ ട്രിപ്പ് വരുമ്പോഴും ടണലിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, മാറി മാറി വരും. ഞാൻ അങ്ങോട്ട് പോയപ്പോ എണ്ണിയായിരുന്നു. ഇത് നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന വഴി അത് വരുന്നത്. ഇത് അങ്ങോട്ടുള്ള ടണൽ ഒരെണ്ണം ഓപ്പണായി.
ടണലാണ് എന്നെ എളുപ്പം അല്ലേ? ആ പെട്ടെന്ന്. അതെ, പെട്ടെന്ന് വാസന പോകുന്നു പോരാ. ഇതുണ്ട്, ഇതൊക്കെ പണി തീർന്ന എന്നിട്ടും കല്ലുരുണ്ടോന്ന് കിടക്കുന്നുണ്ടോ? വലിയ കല്ല. അവിടെ ഇടിഞ്ഞു പോയതാന്ന് തോന്നുന്നു, അത് കെട്ടാൻ വേണ്ടിട്ടാ. അല്ല, മുകളിൽ ഇടിഞ്ഞു വീണത് തന്നെയാ. അതെ, നടക്കുക കല്ല് കിടക്കുന്ന കണ്ടില്ലേ? ഇവിടെ ആയിരുന്നു ഏറ്റവും ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകുന്ന സ്ഥലം, രാമ്പൻ. ഇവിടെ ആയാലും എത്ര വർഷമായിട്ട് ഈ വഴിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഇവിടെ. പ്രശ്നങ്ങളൊക്കെ ഏകദേശം തീർന്നെന്ന് തോന്നുന്നു. എന്നാലും ഇതുപോലൊക്കെ ഇടിഞ്ഞു വീണാൽ പിന്നെ പ്രശ്നങ്ങളുണ്ടാവും. സൈഡ് കണ്ടില്ലേ, ഈ മലയുടെ സൈഡിൽ കൂടെ തന്നെയാ പോകുന്നത്. ഈ മലയിൽ നിന്ന് ഇതുപോലെ ഇതുണ്ടോ, ഇതേപോലെ ഇടിഞ്ഞു വീഴുന്ന മലയാ. അതെ, ഇതാണ് രാമ്പൻ ടൗൺ. ഇപ്പൊ ടൗണിൽ കൂടെ പോകണ്ട, നേരെ ഫുള്ള് എലിവേറ്റഡ് ഹൈവേ ആയി. ജമ്മു 113 കിലോമീറ്റർ. ടൗണിലേക്ക് പോകണം, ഇതിലേ ഇറങ്ങിപ്പോകണം. ടൗണുമായിട്ട് ഒരു ബന്ധമില്ല. നമ്മുടെ ബനിഹാൾ പോലെ തന്നെ ഇപ്പുറത്തൂടെ ബൈപ്പാസ്സായി. അങ്ങോട്ടൊക്കെ മഴയുണ്ടെന്ന് തോന്നുന്നു, കണ്ടില്ലേ, മൊത്തം മഞ്ഞ. പഴയ വഴി അതായിരുന്നു, അതിലെയാ പോകുന്നത്. ഒരുവിധം വലിയ ടൗണാണ്. ഇതുണ്ട്, അത് വേറെ ഏതോ ഒരു വഴി വരുന്നുണ്ട്. അത് ആ തൂണ് 2 കണ്ടോ? അത് റോഡിന്റെ ആണോ വല്ല റെയിൽവേയുടെ ആണോ? ഇതുണ്ട്, ഇവിടെയൊക്കെ ഇതുപോലെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിരുന്നത്. ഇതുണ്ട്, പഴയ വഴിയായിരുന്നത്. ആ ആർച്ച് കാണുന്നത് അത് അടച്ചെന്ന് തോന്നുന്നു. അതിങ്ങനെ ഈ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിട്ടേ അതിന് വേണ്ടിയിട്ട് പണിത് വെച്ചേക്കുന്ന. ഇതിന്റെ മുകളിൽ കൂടെ അങ്ങ് പോകും മല ഇടിഞ്ഞാലും. അപ്പൊ ഇത് മിക്കവാറേ ഇതിപ്പോ 2 ലൈനും ഇതിലല്ലേ വരുന്നേ, അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പുറം ഇപ്പൊ പാലം കണ്ട അതിലേ പോകുമായിരിക്കും ഒരു ലൈന്. ശനാം നദിയിൽ ഇഷ്ടംപോലെ വെള്ളമായല്ലോ, മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മഴ പെയ്തിട്ടുണ്ടെന്നോ? നല്ല മഴ പെയ്തിട്ടുണ്ട്, കലങ്ങിയാ വരുന്നത്. പല സൈഡിൽ കൂടെ പൊക്കോ കേട്ടോ. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഇടിഞ്ഞു വീണത്. അതെ, ആ മല ഉണ്ടോ എന്നാ വലുതാന്ന് നോക്കി. ശനാം നദി നല്ല കലങ്ങി മറിഞ്ഞ് ഒഴുകുക. നമ്മൾ അങ്ങോട്ട് പോയപ്പോ ഇത്രയും വെള്ളമില്ലായിരുന്നു, വെള്ളം വളരെ കുറവായിരുന്നു. ഇവിടെ എല്ലാം ഭയങ്കര മഴയായിരുന്നു തോന്നുന്നു കേട്ടോ, നല്ല കലക്കല വെള്ളം. എന്നാ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം, നല്ല തണുപ്പുണ്ട്. തണുപ്പില്ല, ചെറിയൊരു തണുപ്പ്. അപ്പോഴേ നമ്മളെ മുസ്ലിം ഹോട്ടലിൽ നിന്ന് ഒരു ചായ കുടിച്ചേക്കാം. ഇവിടെ പിന്നെ ഹിന്ദു ഹോട്ടലും മുസ്ലിം ഹോട്ടലും ഒക്കെ ഉണ്ട്. അതെ. ബിസ്ക്കറ്റ് വേണോ ചായക്ക്? വേണേ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തോ. ഓ, ഇങ്ങോട്ടൊക്കെ നല്ല മഞ്ഞും മഴയോ. ഇവിടെ ടണൽ ഓപ്പണായി. ഇത് ഈ അങ്ങോട്ട് പോയതാലും ഒന്നും അല്ലല്ലോ, തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോ അത് വ്യത്യാസമുണ്ട്. എന്നാന്നറിയോ, അങ്ങോട്ട് പോയാൽ നമ്മൾ അപ്പുറത്തെ ലൈനിൽ കൂടെ, ഇങ്ങോട്ട് വരുന്ന ഇപ്പുറത്തെ ലൈനിൽ കൂടെ. പക്ഷെ ഭയങ്കര വ്യത്യാസം. കണ്ട ഒരേ വഴിക്കാ വന്നെന്ന് പറയല്ല, അങ്ങനെ വ്യത്യാസം. നമ്മൾ ആ സൈഡിൽ കൂടെ അല്ലേ അങ്ങോട്ട് പോയത്, ഇത് ഈ സൈഡിൽ കൂടെ അല്ലേ വരുന്നത്. എന്നാലും ഒരു സിമിലാരിറ്റി വേണല്ലോ, ഒരു മലയുടെ അപ്പുറം ഇപ്പുറം തന്നെ അല്ലേ ഇത്. തന്നെയല്ലേ ഈ ടണലെല്ലാം കൂടെ കൺഫ്യൂഷൻ. എത്ര ടണലാ കയറി ഇറങ്ങുന്നത്. അതുമല്ല, ചിലപ്പോ അങ്ങോട്ട് പോയപ്പോ ഇല്ലാത്ത ടണൽ ഇങ്ങോട്ട് വരുമ്പോ ഓപ്പൺ ആയിട്ടുണ്ടാവും. കാശ്മീരിൽ ഇങ്ങനെയുള്ള കാഴ്ച ഞാൻ ആദ്യം കാണുക. നോക്കിയാ മഞ്ഞ. ഞാനും. വൈകിട്ട് എങ്ങനെയാ നിങ്ങളുടെ പരിപാടി? കുക്കിംഗ് വല്ലതും ഉണ്ടോ? വൈകിട്ട് കുക്ക് ചെയ്യാന്നൊക്കെ ഓർത്തായിരുന്നു, കടയൊന്നും കിട്ടുന്നില്ലല്ലോ. കടകളൊക്കെ മുന്നോട്ട് കാണും. കട ഉണ്ടെങ്കിൽ നമുക്ക് മേടിച്ച് കുക്ക് ചെയ്തേക്കാം. അതുകൊണ്ട് ആ മലനിരകളിൽ മൊത്തം വീടാ, അക്കരയല്ല. താഴെ ഇതേ മഞ്ഞ്. റോഡിലേക്ക് മഞ്ഞുണ്ട് കേട്ടോ ഇങ്ങോട്ട്. അതെ, ഇങ്ങോട്ട് വന്നപ്പോ റോഡിലേക്കും ആയി. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരെണ്ണം കണ്ട ആ വണ്ടി തന്നെയാണോ? അപ്പറേ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ. ഇത് ആ വണ്ടിയാണോ? ആ വണ്ടി കമ്പിലോടായിരുന്നു. ലോഡെല്ലാം പക്ഷെ മാറ്റി. ആ വണ്ടി ഈ മുകളിലത്തെ വഴിയിൽ നിന്ന് താഴോട്ട് മറിഞ്ഞതാ. ശരിക്കും നമ്മള് ഇവിടെ ബനിഹാൾ ഇറങ്ങിയപ്പം കാശുകൊണ്ട് ബനിഹാൾ ടണൽ ഇറങ്ങിയപ്പോ തൊട്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മഴയാ. ആ ടണലിന്റെ ആ മലയുടെ അപ്പുറത്ത് വയ്ക്ക് മഴയില്ല, നല്ല ചൂടും വെയിലും. പഴയ വഴിക്ക് പോവാം. പഴയ വഴിക്ക് പോണോ? അല്ല, പഴയ വഴിക്ക് പോയാലേ നേരം വെളുത്താലും ജമ്മു ചെല്ലുകയില്ല. എന്നാ പിന്നെ ഇതിലെ തന്നെ പോയേക്കാം. എന്നാന്ന് വെച്ചാൽ ഈ മല കയറി ഇറങ്ങി വേണം പോവാൻ. അപ്പൊ ടണലാണെങ്കിൽ നേരെ അപ്പുറത്തോട്ട് ഇറങ്ങാം. ഇതാണ് ഏറ്റവും വലിയ ടണൽ, 9.5 കിലോമീറ്റർ. ഇവിടെ 1210 രൂപ കേട്ടോ അല്ലേ? അതെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് ടണലായ ചെനാനി നഷ്രി ടണലിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. ഏകദേശം 9.5 കിലോമീറ്റർ അടുത്ത് നീളമുണ്ട് ഇതിന്, ചെനാനി നഷ്രി ടണൽ. അപ്പോൾ ഈ ടണല് ഒറ്റ ടണലേ ഉള്ളൂ, അങ്ങോട്ടൊരു ലൈനും ഇങ്ങോട്ടൊരു ലൈനും. നിലവിലത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് ടണലാണ്. ഇനി ഇതിലും വലിയ ടണലുകളൊക്കെ പണി നടക്കുന്നുണ്ട്. അത് വന്നു കഴിയുമ്പം ഈ സ്ഥാനം ആ ടണലിനായിരിക്കും, അടുത്ത ടണലിൻ്റെ. ഏകദേശം എനിക്ക് തോന്നുന്നത് സോജില ടണൽ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഏറ്റവും വലിയ ടണൽ അതായിരിക്കും. അപ്പം നമ്മളിത് നഷ്രിയിൽ നിന്ന് കയറി ചെനാനി എത്തി, ഉദംപൂർ ഡിസ്ട്രിക്റ്റിലേക്ക് കയറി. അതെ, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കഴിഞ്ഞ അങ്ങോട്ട് പോയ വീഡിയോക്കകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. അതായിരുന്നു പണ്ടത്തെ വഴി. അത് നേരെ പട്ടിൻ ടോപ്പൊക്കെ കൂടിയാണ് പോകുന്നത്. ഈ മലയ്ക്ക്
അടിയിൽ കൂടാണ് ഈ ടണൽ നിർമ്മിച്ചേക്കുന്നത്. ഇതിലേക്ക് കയറി അങ്ങ് പോകണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ചെറിയ വഴിയാണ്. അപ്പോൾ അതെ ഇവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാനായിട്ട് നിർത്തിയതാണ്. മെയിൻ ഡ്രൈവർ അവിടെ മേടിക്കുന്നുണ്ട്. എന്നാ മേടിച്ചേ? തോരൻ വെക്കാൻ ബീൻസ് മേടിച്ചു, മെഴുക്കുവരട്ടി വെക്കാം, കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ മേടിച്ചു. വെളുത്തുള്ളിയൊക്കെ ഇവിടുത്തെ വെളുത്തുള്ളി ഉണ്ട്, വേണ്ട വലിയ വെളുത്തുള്ളി. അതെ, അത് കുറച്ച് മേടിച്ചു. രാജമ്മപ്പയറും ഉണ്ട് അതെൻ്റെ. രാജമപ്പയർ പച്ച ഉണ്ടായിരുന്നു, എങ്ങനെ വെക്കുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് പിന്നെ അത് മേടിച്ചില്ല. രാജമ്മയല്ല, രാജ്മപ്പയർ. ഇത് പച്ചക്കറിയല്ല, നല്ല പച്ചക്കറി കേട്ടോ, ഫ്രഷ് പച്ചക്കറി. മെയിൻ ഡ്രൈവർ ചിക്കൻ മേടിക്കാനൊന്നും പോയിട്ട് കിട്ടിയില്ല. പിന്നെ അവസാനം മുട്ട കിട്ടി. മുട്ട കുറച്ച് പച്ചക്കറിയും മേടിച്ചോണ്ട് വന്നു. അപ്പോൾ ഇന്ന് പൊന്നുമാണ് കുക്കിങ്. യെസ്, റെസ്റ്റ്. മെയിൻ ഡ്രൈവർക്ക് റെസ്റ്റ്. മെയിൻ ഡ്രൈവർ അതെ അവിടെ ഇരുന്ന് കഴിഞ്ഞ്. അപ്പോൾ എന്നാ ഉണ്ടാക്കുന്നേ? ബ്രെഡ് ഓംലെറ്റ്. അധികം സവാളയും ഉള്ളിയൊന്നും അരിയണ്ടെന്നേ. ഞാനല്ല, ഇതൊക്കെ മെയിൻ ഡ്രൈവർ എടുത്തത്. സവാളൊക്കെ കൂടുതലാണെന്ന് എനിക്ക് തോന്നണേ. ആണോ? മുട്ട പൊട്ടിച്ച് വെച്ച് ചുമ്മാ ബ്രെഡ് അങ്ങ് ഇട്ടാലും മതി. ഓക്കെ, സെറ്റാക്കാം. എങ്ങനെയുണ്ട് പൊന്നുവിൻ്റെ ബ്രെഡ് ഓംലെറ്റ്? കുഴപ്പമില്ല. നല്ലതാ. നമുക്കൊരു സ്ഥിരം പരിപാടി ആക്കിയേക്കാം. പിന്നെ ഏത് ബ്രെഡ് ഓംലെറ്റോ? ഡെയിലി ഓംലെറ്റ് കഴിക്കുക. ഉപ്പ് കറക്റ്റാണോ? എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഉപ്പ് കൂടി പോവുമെന്ന്. എനിക്ക് മുളക് ഇടണ്ട കേട്ടോ. കുറച്ചിട്ടു. എന്നാ പോട്ടെ. 3-4 കഷ്ണം ഉള്ളൂ. അല്ല, കൊച്ചയ്ക്ക് വേറെ എന്തെങ്കിലും വേണോന്ന്? മതി, ഉറപ്പ്? എന്നാ മതി. ചെരിഞ്ഞായിരിക്കുന്നത്, വണ്ടി ചെരിഞ്ഞ് കിടക്കുന്നോണ്ടാ. അതെ, ഇച്ചിരി ഒഴിക്ക് മുട്ട അതിൻ്റെ മുകളിലോട്ട്. അങ്ങനെ തീർത്തൊഴിച്ചു. ഒറ്റയടിയിലിട്. ഓ, സക്സസ്. കൊള്ളാം. മുമ്പ് വരണ ഒന്ന് പാളിപ്പോയായിരുന്നു. ഭാവിയുണ്ട്. പെർഫെക്ഷൻ. അപ്പോഴേ നമുക്ക് മുന്നോട്ട് പോയിട്ട് എവിടെയെങ്കിലും ഒതുക്കി കിടക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു പമ്പിനടുത്ത് വണ്ടി ഒതുക്കി. എന്നാൽ പിന്നെ രാവിലെ പോകാം അല്ലേ? ഇവിടെ കിടന്നുറങ്ങാം, രാവിലെ എഴുന്നേറ്റ് പോകാം. ഗുഡ് നൈറ്റ്.